ഹലോ ഗൈസ്, നമ്മളിന്ന് പോർക്കും കുറുക്കയും കൂടിയാണ് കറി വെക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങളാണ് കുറച്ച് ചുവന്നുള്ളി, വേപ്പില, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു 2 സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2 കഷ്ണം പൊടി, കുരുമുളക് പൊടിയും കൂടെ വേണം കേട്ടോ. അത് പറയാൻ ഞാൻ വിട്ടുപോയായിരുന്നു. ഇനി നമുക്കൊരു കുക്കറിലേക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇടാം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചി, 2 കഷ്ണം പുളി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതൊരു 7 വിസിലാകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ട മസാല ഒന്ന് തയ്യാറാക്കാം. പോർക്ക് അങ്ങനെ വേകാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അപ്പുറത്തെ അടുപ്പിലേക്ക് ഒരു ഉരുളി കൊടുത്തിട്ടുണ്ട്. അതിൽ മസാലയ്ക്ക് ആവശ്യമായ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉരുളി ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് വലിയ ജീരകം, പെരുംജീരകം ആണ്, അത് ഇട്ട് കൊടുക്കാം. അത് കുറച്ചും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ഇറച്ചിക്കറിക്കും പെരുംജീരകം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പെരുംജീരകം ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് മൂത്ത് വരണം, ചെറിയ ഒരു ചുവപ്പ് കളറാകുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് വേണം അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനായിട്ട്. അപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 3 സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സവോളയെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള ചെറുതാക്കി അരിഞ്ഞ കാരണം അത് പെട്ടെന്ന് തന്നെ വഴന്ന് വരുന്നതാണ്. അതിലേക്ക് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവോളയിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സവോള നന്നായിട്ട് വഴന്ന് വരും. സവോളയൊക്കെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സവോള നന്നായിട്ട് വഴന്നൊക്കെ വന്നിട്ടുണ്ട്. സവോള വഴന്ന് വന്നപ്പോഴത്തേക്ക് 3 സവോള ചെറുതായി, കുറച്ചേ ഉള്ളൂ മസാല. എന്നാലും നമുക്ക് ആവശ്യമുള്ള മസാലക്ക് ഇത്രയും 3 സവോള തന്നെ ധാരാളമാണ്. അതിലേക്ക് വേണം നമ്മൾ അടുത്ത മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് നമ്മൾ പച്ചമണം മാറി മൂപ്പിച്ചെടുത്തില്ലെങ്കിൽ മല്ലിപ്പൊടിക്ക് ചെറിയ കുത്തലുണ്ടാവും. അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത്. ഇനി അത് വഴന്ന് വരുമ്പോഴത്തേക്ക് വേണം നമുക്ക് അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ്. അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മസാലയ്ക്ക് ആവശ്യമായ മുളക് പൊടി തന്നെയാണ്. അതും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതും വഴറ്റി ഒരു 5 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും. ചെറിയ തീയിലിട്ട് നന്നായിട്ട് വഴന്നെടുക്കുമ്പോൾ നല്ല കളറൊക്കെ വരും. ഇച്ചിരി ബ്രൗൺ കളറായിട്ട് മസാലകളെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്ക് വരും. അങ്ങനെ നമ്മുടെ പോർക്ക് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കൂർക്ക ആഡ് ചെയ്ത് കൊടുക്കാം. കൂർക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു വിസിൽ കേൾക്കുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് വേണം അത് നമുക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കൂർക്ക ഇട്ടപ്പോഴത്തേക്ക് കൂർക്കയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു വിസിൽ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ നേരത്തെ തയ്യാറാക്കി ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ പോർക്കും കൂർക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം നല്ല സെറ്റായിട്ട് കൂർക്കൊന്നും ഉടയാതെ തന്നെയാണ് വെന്ത് വന്നിരിക്കുന്നത്. ഇത്തിരി വലിപ്പത്തിൽ തന്നെയാണ് കാരണം നല്ല വലിപ്പത്തിൽ തന്നെയാണ് കൂർക്കയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ മസാലയിലേക്ക് ആ പോർക്കും കൂർക്കയും കൂടെ നമ്മൾ തട്ടിക്കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മസാല കിടന്ന് വഴറ്റിയെടുക്കട്ടെ.
നല്ല വഴന്ന് വരുമ്പോൾ തന്നെ നല്ല മണമൊക്കെ ഉണ്ട്. നല്ല അങ്കമാലിക്കാത്ത സ്പെഷ്യലാണ് പോർക്കും കുറുക്കയും. ഞാനിതുവരെ കഴിച്ചിട്ടുമില്ല, അത് വെച്ചിട്ടും ഇല്ലായിരുന്നു. എപ്പോഴും ഓർക്കും ഓരോ റീൽസ് ഒക്കെ കാണുമ്പോൾ വെച്ച് നോക്കണമെന്ന്. ഇതുവരെ വെക്കാൻ സാധിച്ചില്ല. അതിലേക്ക് നമുക്ക് കുറച്ചും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇറച്ചിക്കറി എല്ലാം വെക്കുമ്പോൾ നമുക്ക് കുരുമുളക് പൊടിയാണ് മുളക് പൊടിയേക്കാൾ കൂടുതൽ ആവശ്യം. അതിനാണ് ടേസ്റ്റും ഉള്ളത്. അപ്പം നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട്. അത് ആ മസാല കിടന്ന് പോർക്കും കുറുക്കും എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആകണ്ടേ. അതിലേക്ക് കുറച്ച് നമ്മൾ ഗരം മസാല വീട്ടിൽ പൊടിച്ചത് തന്നെയാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം. നമ്മുടെ പോർക്കും കൂർക്കയൊക്കെ വഴന്ന് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കിതിനി അടുത്തായിട്ട് അത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട്